വെൽക്കം ബാക്ക്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചാബിലൂടെയാണ്. നമ്മളിത് ഈ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് അവിടെ നമ്മളെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആദ്യം അവിടെ കയറണം, അത് കഴിഞ്ഞ് ഗോൾഡൻ ടെമ്പിളിൽ കയറണം, അതും കഴിഞ്ഞ് നമ്മളെ വാഗാ ബോർഡറിൽ പോകാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ സ്ട്രീറ്റുകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ, വല്ലാണ്ട് ഇടുങ്ങിയിട്ടുള്ള സ്ട്രീറ്റുകളാണ്. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ എടുത്ത് ഇതിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പം നമ്മളെന്താ ചെയ്തത് വെച്ചാൽ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത ശേഷം ഇങ്ങനത്തെ ഓട്ടോ കയറിയിട്ടാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയത്. ഇവർ ഈ ഓട്ടോ ഇങ്ങനത്തെ ഈ തിരക്കുള്ള വഴി കൂടെ ഭയങ്കര എന്താ പറയുക, ഒരു എക്സ്പേർട്ടിനെ പോലെ കേട്ടോ കൊണ്ടുവന്ന് കണ്ടാൽ തന്നെ അറിയാം ഇത് കൊണ്ടുപോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്ന്. ഇവിടെ ശരിക്കും നല്ല റഷുള്ള ഏരിയ ആണ് കേട്ടോ. കാരണം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലേൻ്റെ മെമ്മോറിയൽ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള എൻട്രി ഈ ഭാഗത്താണ്. ദിവസം 100,000-ലധികം ആളുകളാണ് ഈ ഒരു ഗുരുദ്വാര സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പം നമ്മളെന്തായാലും ആദ്യം തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന മെമ്മോറിയലിലേക്കാണ് പോകുന്നത്. ഈ നമ്മൾ ഈ കയറുന്ന ഭാഗത്ത് 2 സൈഡിലായിട്ടുള്ളത് ഈ ജാലിയൻ വാലാബാഗ് ഗ്രൗണ്ടിലേക്ക് അന്ന് കാലത്ത് പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരെ ഛായാചിത്രങ്ങളാണ് ഈ ആലേഖനം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ആക്ടിനെതിരെയും പിന്നെ അതുപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ല, അതുപോലെ തന്നെ സത്യപാൽ എന്ന് പറഞ്ഞ ദേശസ്നേഹികളെ ഇവിടുന്ന് നാട് കടത്തുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഈ ഒരു ജാലിയൻ വാലാബാഗ് ഈ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി. ഈ ഒരു മൈതാനത്തിന് ആകെ ഒരൊറ്റ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ പ്രതിഷേധം ഇങ്ങനെ പ്രസംഗം ഇങ്ങനെ സമാധാനപരമായി നടക്കുന്ന സമയത്ത് ജനറൽ ഡയറും അദ്ദേഹത്തിൻ്റെ ആളുകളും വന്നിട്ട് ആ പ്രതിഷേധക്കാർക്കെതിരെ നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തത്. അതിലൊരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അതിൻ്റെ ഒരു പ്രതീകമാണ് ഇവിടെ എല്ലാ ഭാഗത്തും നമ്മൾക്ക് കാണാൻ സാധിക്കുക. അന്ന് അക്രമം നടന്ന സമയത്ത് കുറേ പേര് അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറിലേക്ക് ചാടിയിട്ടുണ്ടായി. ആ കിണറാണ് ഈ കാണുന്നത്. ഇന്നിപ്പോൾ അത് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്കൊന്നും വല്ലാണ്ട് കാണാൻ കഴിയില്ല കേട്ടോ. അന്ന് ആളുകൾക്കെതിരെ വെടിവെച്ച സമയത്ത് ഇതാ ഈ ബിൽഡിങ്ങിൽ ഈ റൗണ്ടിൽ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെയാണ് ആ ബുള്ളറ്റ് വന്ന് തറച്ചത്. അതൊക്കെ ഇപ്പോഴും മാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് തന്നെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം പോകുന്നത് ഒരു മ്യൂസിയം പോലത്തേൻ്റെ അകത്തേക്കാണ് കേട്ടോ. അവിടെ ഒരുപാട് അന്നത്തെ ആ ഒരു സ്വാതന്ത്ര്യ സമര ആ ഒരു ഇഷ്യൂ ആയിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കുറേ പേപ്പർ കട്ടിങ്സും പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടില്ലേ ഈ സ്റ്റാച്യൂസൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വെച്ചതാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചറിയാണ്ട്. ഇതാണ് ഡയർ എന്ന് പറയുന്ന ജനറൽ, ഇദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത് നമ്മളെ രാജ്യത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കൊല തന്നെയാണ്.
ശരിക്കും ഇവിടെ വന്ന് ഇത് കാണുന്ന സമയത്ത് തന്നെ കേട്ടോ ഇതിൻ്റെയൊക്കെ ഭീകരത മനസ്സിലാവുന്നത് എത്ര വെടിയുണ്ടകളാണെന്നറിയോ. അന്ന് അന്ന് ഏകദേശം 20,000 ആളുകൾ ഈ ഒരു മൈതാനത്ത് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ വെടിവെച്ച സമയത്ത് ഏകദേശം 349 ആളുകൾ അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്ത്, പിന്നെ 1500-ലധികം ആളുകൾക്ക് മാരകമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പം ഒരു ഗേറ്റ് മാത്രമല്ലേ ഉള്ളൂ, വേറൊരു വഴിയിലൂടെ പോലും ആർക്കും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഇതാണ് ഈ ജാലിയൻ വാലാബാഗ് മെമ്മോറിയൽ എന്ന് പറയുന്നത്. അന്നിവിടെ രക്തസാക്ഷിത്വം വരിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് സ്ഥാപിച്ചതാണ് ഈ ജാലിയൻ വാലാബാഗ് നാഷണൽ മെമ്മോറിയൽ. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സമാധാനപരമായിട്ട് ഇരുന്ന് പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് നേരാണ് യാതൊരുവിധ പ്രകോപനവും ഇല്ലാണ്ട് ഒരു ബ്രിട്ടീഷ് ജനറൽ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതൊന്നും എത്ര തന്നെ പറഞ്ഞാലും ന്യായീകരിക്കാൻ, ഒരു രീതിയിൽ പോലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഈ ഒരു മെമ്മോറിയലും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗോൾഡൻ ടെമ്പിൾ തൊട്ടടുത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ എക്സിറ്റിലൂടെ കടക്കുന്നത് തന്നെ നമ്മളെ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള എൻട്രിയിലാണ് കേട്ടോ നമ്മൾ എത്തുന്നത്. ഇവിടെ 2 സൈഡും ഭയങ്കര റഷാണ്. മെയിനായിട്ട് ഈ ഗുരുദ്വാരയിലേക്കുള്ള സാധനങ്ങൾ കൊടുക്കുന്ന കച്ചവടങ്ങൾ തന്നെയാണ് ഇവിടെ ചുറ്റുഭാഗത്തായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു ടവൽ വാങ്ങിയിട്ട് തലമറയ്ക്കുകയാണ് ചെയ്തത്. കാരണം ഇവിടെ ഉള്ളിലേക്ക് ഈ ഗുരുദ്വാരയിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ തലമറയ്ക്കൽ നിർബന്ധമാണ്. നമ്മളെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് സിഖുകാരെ പ്രധാന പുണ്യകേന്ദ്രമാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് ഇവരെ ഈ ഒരു സിഖ് വിശുദ്ധ ഗ്രന്ഥം സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ലങ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട് കേട്ടോ. അവിടെ ആര് വരികയാണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾ മീൽസ് അതിൻ്റെ ഈ ഒരു ഗുരുദ്വാരയുടെ വകയായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരുന്നവർ ഇനിയിപ്പോൾ ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിലും പേടിക്കേണ്ട, നമുക്ക് ഫുഡൊക്കെ ഇവിടുന്ന് കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് അവിടെ ഒരു ലേക്ക് ഉണ്ട്, സരോവർ ലേക്ക് എന്നാണ് പേര്. ആ ലേക്കിൻ്റെ തൊട്ടടുത്ത ആ ലേക്കിനെ ചുറ്റിയിട്ടാണുള്ളത്. പിന്നെ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഗോൾഡ് കൊണ്ടാണ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മളിതാ ഇവിടുന്ന് കാലൊന്ന് കഴുകി നമ്മളെ കാലൊന്ന് ശുദ്ധീകരിച്ച ശേഷമാണ് തലയിൽ നമ്മൾ ടവൽ കെട്ടിയിട്ടാണ് ഈ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകുന്നത്. ഇവിടെ വീഡിയോ എടുക്കൽ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. പിന്നെ ഞങ്ങളിതാ ഇവിടെ നല്ല റഷായ കാരണം ഞങ്ങളിതാ പോവുകയാണ്. 4 മണിക്കാണ് വാഗാ ബോർഡറിലുള്ള പരേഡ്. ഇപ്പം തന്നെ ടൈം ലേറ്റ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. 4 മണി സമയം കഴിഞ്ഞ് പോയാൽ പിന്നെ ഞങ്ങൾക്ക് നാളെ വൈകുന്നേരം 4 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ വാഗാ ബോർഡർ പരേഡ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അടുത്തെത്തി കാറ് പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ എത്തിയ സമയത്ത് തന്നെ നമ്മളെ കയ്യിലൊക്കെ ഫ്ലാഗ് വരച്ച്, നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഫ്ലാഗ് വരച്ച്. എന്നിട്ട് അവർ നമ്മളടുത്ത് പൈസ ചോദിക്കുക ചെയ്തത്. നമ്മളത് പറ്റൂല, ഞങ്ങൾക്കത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ആൻറ്റി ഇന്ത്യൻസ് ആണോ എന്ന് അവർ ഞങ്ങളോട് ചോദിച്ചത്. അപ്പം നമ്മളൊക്കെ ഇനി പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ തട്ടിപ്പിലൊന്നും വീഴരുത്, ഇതൊന്നും ഇവിടെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നമ്മളിപ്പം നിൽക്കുന്നത് വാഗാ ബോർഡറിലാണ്. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും ആർമീസിൻ്റെ പെർഫോമൻസ് ഉണ്ടാവും ഡെയിലി ഈവനിങ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളെ രാജ്യത്തിൻ്റെ പേര് എഴുതിയിട്ടുള്ള ഈ കവാടം ഉണ്ടല്ലോ, ഇതിൻ്റെ അടുത്ത് തന്നെ എത്തുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അപ്പം നമ്മളിതാ പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ പരേഡ് ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ആലോചിക്കണം, എല്ലാ ദിവസവും വൈകുന്നേരം ഈ പരേഡ് ഗ്രൗണ്ടിൽ പരിപാടി നടക്കുന്നുണ്ട്.
ഈ ഒരു പരേഡ് ഗ്രൗണ്ടിൽ ഞങ്ങൾ സ്ത്രീജനങ്ങൾക്കാണ് കേട്ടോ പങ്കെടുക്കാനുള്ള അനുമതി കിട്ടിയത്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ആർമീൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിപ്പം ഈ കാണുന്നത് പാകിസ്ഥാൻ്റെ ഫ്ലാഗാണ്. പിന്നെ ഇത് നമ്മളെ ഇന്ത്യൻ്റെ പരേഡിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മളെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ നമ്മളെ പാക് ആർമിയും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയും ഇവിടെ ഈ പെർഫോമൻസ് നടത്തുമ്പം ഇന്ത്യൻ ആർമി എല്ലാത്തിലും ഒരു പടി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ശരിക്കും ഇത് നമുക്ക് നല്ലൊരു ഗൂസ് ബൂസ് മൊമെൻ്റ് തന്നെയാണ്. അവിടെ ആ സൂര്യനെ ഉദിച്ച് നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു ബിൽഡിങ് കാണുന്നില്ലേ, അതാണ് നമ്മൾ പാകിസ്ഥാൻ്റെ പരേഡ് ഗ്രൗണ്ട്. പിന്നെ നമ്മൾ ഈ ഇന്ത്യൻ പരേഡ് ഗ്രൗണ്ടിൻ്റെയും പാകിസ്ഥാൻ പരേഡ് ഗ്രൗണ്ടിൻ്റെയും നടുവിലായിട്ടൊരു കൂറ്റൻ ഗേറ്റ് ഉണ്ട്. അതാണ് നമ്മൾ വാഗാ ബോർഡർ. ആ ബോർഡർ തുറന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ഇന്ത്യ, അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാനും. അപ്പം ഇനിയിപ്പോൾ നമ്മളെ പതാക താഴ്ത്തൽ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാലുടൻ തന്നെ ആ പതാകയായിട്ട് നമ്മൾ ഓഫീസേഴ്സ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. പിന്നെ നാളെ രാവിലെ മാത്രമാണ് ആ പതാക അവിടെ ഉയർത്തുന്നത്. ഈ പതാക ഉയർത്തുന്നതും താഴ്ത്തുന്നതും രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത്.
की जय। भारत माता की जय। हिंदुस्तान जिंदाबाद, हिंदुस्तान जिंदाबाद, हिंदुस्तान जिंदाबाद, हिंदुस्तान जिंदाबाद। ഈ കൊണ്ടുവരുന്നത് നമ്മളെ ഇന്ത്യൻ ഫ്ലാഗാണ്. ഇനി നാളെ രാവിലെയാണ് ആ ഫ്ലാഗ് അവിടെ ഉയർത്തുക. दर्शक कृपया ध्यान दें, आप सभी दर्शकों से निवेदन है अपने अपने स्थान पर। അങ്ങനെ വാഗാ ബോർഡറിലെ പരേഡ് കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗ്രൗണ്ടിൻ്റെ പുറത്ത് നല്ല തിരക്കാണ്. അപ്പോൾ സമയം രാത്രി 9:30 മണിയായിട്ടുണ്ട്. നമ്മൾ 6 മണിക്ക് വാഗാ ബോർഡറിലെ പരേഡിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ വിചാരിക്കുന്നത് നാളെ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങിയ ശേഷം നേരെ ഡൽഹി റൂട്ടിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ 9:30 മണിയായി. ഞങ്ങൾ ലുധിയാന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒന്ന് സ്റ്റേ ചെയ്യാൻ വിചാരിക്കുന്നത്. പിന്നെ പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് 3 വരി പാതയാണ് കേട്ടോ. NH ഗൂഗിൾ ചേച്ചി എപ്പോഴും നമ്മൾ എവിടെ പോകാൻ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് റോഡ്സ് കാണിച്ചു തരും. പക്ഷെ ലേറ്റ് ഒക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ് റോഡ്സ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ NH വഴി തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ NHലെ എല്ലാ ഭാഗത്തായിട്ടും സൈൻ ബോർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഗൂഗിൾ ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ സൈൻ ബോർഡ്സ് നോക്കിയിട്ട് തന്നെ പോവാം. പിന്നെ ഈ NHന്റെ 2 സൈഡിലായിട്ട് നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ലുധിയാനയിൽ എത്തുന്ന സ്ഥലത്ത് അവിടുന്ന് നോക്കിയിട്ട് ഒരു ഹോട്ടൽ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് ഇപ്പൊ അമൃതസറിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഈ മുന്നിൽ കാണുന്ന ലോറി കണ്ടില്ലേ, ഇത് മൊത്തം അരിച്ചാക്കുകളാണ്. ഇങ്ങനെ ചുരുങ്ങിയതൊരു 15-20 വണ്ടിയോളം കണ്ടിട്ടുണ്ടാവും. അതായത് അമൃതസറിന്ന് ലുധിയാന എത്തുന്നതിന്റെ മുന്നേ ഈ 6 മണിക്ക് ശേഷം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത് പഞ്ചാബിലാണ്, അരിൻ്റെ കൃഷി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും ഓരോ ലോറിയിലും അത്രയും ഹെവി ആയിട്ട് സാധനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊണ്ടുപോകുന്നത്. അത് നമ്മൾ രാജസ്ഥാനിലാവുമ്പോൾ രാജസ്ഥാനിൽ മൊത്തം കണ്ടിരുന്ന മാർബിളിൻ്റെ കണ്ടെയ്നറും അതുപോലെ ട്രക്കുകളും കാര്യങ്ങളും ആയിരുന്നു. പക്ഷെ ഇവിടെ മൊത്തം നമുക്ക് ഈ അരി കൊണ്ടുപോകുന്നതും ഉള്ളി കൊണ്ടുപോകണം. ഉള്ളി കുറച്ചേ കണ്ടിട്ടുള്ളൂ, പക്ഷെ അരി ഒരുപാട് ട്രക്കുകളായി കാണുന്നു. അപ്പം നമ്മളെ ഇനി ഡൽഹി എക്സ്പ്ലോറിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് നൈറ്റ്.